രാധാകൃഷ്ണനും അവർ 3 പേരും ഈ കള്ളക്കടത്ത് സംഘത്തിൽ ഉള്ള പ്രതികളാണ് സുഹൃത്തുക്കളെ. അവർക്കെല്ലാവർക്കും ബാലഭാസ്കറുമായി ബന്ധമുണ്ടെന്നും ബാലഭാസ്കറുമായി സാമ്പത്തിക ഇടപാടുകൾ ഈ വിഷ്ണു സോമസുന്ദരവും പ്രകാശ് തമ്പിയൊക്കെ നടത്തിയിരുന്നു എന്ന് ഈ CBI റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതെല്ലാം വളരെ ന്യായമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണെന്നാണ് പറയുന്നത്. പക്ഷെ അവർ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിലെ അംഗങ്ങളായിരുന്നു. പക്ഷെ അവരെ എല്ലാവരെയും ഈ റിപ്പോർട്ട് വെള്ളപൂശിയിരിക്കുകയാണ്. ആ വെള്ളപൂശാൻ വേണ്ടി വിഷ്ണു സോമസുന്ദരത്തിനെയും പ്രകാശൻ തമ്പിയൊക്കെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാം? ബാലഭാസ്കറുടെ മരണത്തിന് ശേഷമാണ് അവർ കള്ളക്കടത്ത് കേസിൽ പിടിയിലായത് എന്നാണ്. ശരിയായിരിക്കാം, ബാലഭാസ്കറുടെ മരണത്തിന് ശേഷമായിരിക്കും അവർ കള്ളക്കടത്ത് കേസിൽ പ്രതികളായിട്ടുള്ളത്. പക്ഷേ ബാലഭാസ്കറുടെ മരണത്തിന് മുമ്പ് അവർ കള്ളക്കടത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് CBI പരിശോധിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഒരു സ്ഥലത്തും CBI പരിശോധിച്ചിട്ടില്ല. എല്ലാ ഹൈക്കോടതി പറഞ്ഞ എല്ലാ വീഴ്ചകളുടെ കാര്യത്തിലും ഈ കള്ളക്കടത്ത് സംഘത്തിൽ